ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ പരിസര പഠനം പാഠപുസ്തകത്തിലെ 9ാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കൂട്ടുകാരൊക്കെ റെഡിയല്ലേ? നമുക്ക് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പഠിച്ചാലോ? കൂട്ടുകാരെവിടെയാണ് താമസിക്കുന്നത്? കേരളത്തിലാണല്ലേ? കേരളം ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് അറിയാമോ? ഇന്ത്യയുടെ ഭാഗമാണ്. ആ ഇന്ത്യയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഭാരതത്തെക്കുറിച്ച് പഠിക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അധ്യായം 9 ഇന്ത്യയിലൂടെ. കൂട്ടുകാരെ, നമ്മുടെ ഇന്ത്യ ഒത്തിരി വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ്. ആ രാജ്യത്തെക്കുറിച്ച് ഒരു ചെറിയ കവിത കേട്ടാലോ? വിശാല ഭൂമി. ഭാരതമെന്നെൻ രാജ്യത്തെ സംസ്ഥാനങ്ങൾ പറഞ്ഞിടാം. വടക്ക് ജമ്മു കാശ്മീർ സഞ്ചാരികളുടെ സ്വപ്നമിത്. തെക്കേ അറ്റം തമിഴ്നാട് പൊങ്കൽ ഉത്സവനാടാണ്. കിഴക്കുഭാഗം അരുണാചൽ ചുവന്ന മലയുടെ സംസ്ഥാനം. ഗാന്ധി ജനിച്ചൊരു ഗുജറാത്ത് പടിഞ്ഞാററ്റത്താണല്ലോ. ഗാന്ധി ജനിച്ചൊരു ഗുജറാത്ത് പടിഞ്ഞാററ്റത്താണല്ലോ. കൂട്ടുകാരെ, കവിതയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂട്ടുകാർക്ക് മനസ്സിലായത്? ഭാരതത്തെക്കുറിച്ചാണല്ലേ? ഭാരതത്തിൻ്റെ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കവിതയിലൂടെ കേട്ടത്. ശരിയല്ലേ? വടക്ക് ഭാഗം ജമ്മു കാശ്മീരാണ്. സഞ്ചാരികളുടെ നാടാണ് ജമ്മു കാശ്മീർ. കേട്ടോ? ഇനി തെക്കേ അറ്റമോ? തമിഴ്നാടാണ്. ഈ ഭാഗം തമിഴ്നാടാണ് വരുന്നത്. പൊങ്കലാണ് തമിഴ്നാട്ടുകാരുടെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത്. ഇനി കിഴക്കാണെങ്കിലോ? അതെ, അരുണാചൽ പ്രദേശാണ് വരുന്നത്. കേട്ടോ? ചുവന്ന മലയുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ഇനി ഗാന്ധിജി, നമ്മുടെ മഹാത്മാഗാന്ധിജി ജനിച്ചത് എവിടെയാണ്? പടിഞ്ഞാറേ അറ്റത്താണ്. ഇവിടെയാണ് ഗുജറാത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് ഭാഗത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഇനി ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങൾ മാത്രമാണോ ഉള്ളത്? അല്ല, ഇനി ഒത്തിരി സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളാണുള്ളത്. അവയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചും തലസ്ഥാന നഗരങ്ങളെക്കുറിച്ചുമാണ്. കേട്ടോ? ദേശീയ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. അത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നതും. ഇനി നമുക്ക് ഓരോ സംസ്ഥാനങ്ങളെയും അവയുടെ തലസ്ഥാനങ്ങളെയും നോക്കാം. കേരളം, തിരുവനന്തപുരമാണ് തലസ്ഥാനം. തമിഴ്നാട് ചെന്നൈ. കർണാടക ബാംഗ്ലൂരു ആണ്. ആന്ധ്രാപ്രദേശിനെ 2ആയിട്ട് ഭാഗിച്ചു. ഒന്ന് തെലുങ്കാന എന്നറിയപ്പെടുന്നുണ്ട്, മറ്റേത് ആന്ധ്രാപ്രദേശ് എന്ന് തന്നെയാണ്. രണ്ടിൻ്റെയും തലസ്ഥാനം ഹൈദരാബാദ് തന്നെയാണ്. ഇനി നോക്കൂ, ഗോവ പനാജിയാണ് തലസ്ഥാനം. മഹാരാഷ്ട്ര മുംബൈ. ഗുജറാത്ത് ഗാന്ധിനഗർ. മധ്യപ്രദേശ് ഭോപ്പാൽ. ഛത്തീസ്ഗഡ് റായ്പൂർ. ഒഡീഷ ഭുവനേശ്വർ. പശ്ചിമ ബംഗാൾ കൊൽക്കത്ത. ത്രിപുര അഗർത്തല. മിസോറാം ഐസ്വാൾ. മണിപ്പൂർ ഇംഫാൽ. നാഗാലാൻഡ് കൊഹിമ. അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. ആസാം ദിസ്പൂർ. മേഘാലയ ഷില്ലോങ്. സിക്കിം ഗാംഗ്ടോക്ക്. ബീഹാർ പാറ്റ്ന. ജാർഖണ്ഡ് റാഞ്ചി. ഉത്തർപ്രദേശ് ലക്നൗ. ഗുജറാത്ത് ഗാന്ധിനഗർ. രാജസ്ഥാൻ ജയ്പൂർ. ഹരിയാന ഡെറാഡൂൺ. ഉത്തരാഖണ്ഡ് ഡൽഹി ന്യൂഡൽഹിയാണ്. പഞ്ചാബ് ചണ്ഡീഗഡ്. ഹിമാചൽ പ്രദേശ് സിംല. ജമ്മു കാശ്മീർ ശ്രീനഗർ. അപ്പോൾ നമ്മൾ പഠിച്ചത് സംസ്ഥാനങ്ങളെയും തലസ്ഥാന നഗരങ്ങളെക്കുറിച്ചുമാണ് പഠിച്ചത്. ഇതാണ് ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത്. കേട്ടോ? കൂട്ടുകാരുടെ അടുത്ത് ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് വേണം വരയ്ക്കാൻ. നോക്കൂ കൂട്ടുകാരെ, ഇനി എന്തൊക്കെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്?
അറബിക്കടലിനോട് ചേർന്ന് വരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ. മുംബൈ, ഗോവ, കർണാടക, കേരളം അല്ലേ. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയോ തമിഴ്നാട്, കേരളം ഇതെല്ലാം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗമാണ് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒഡീഷ, പശ്ചിമ ബംഗാൾ ഇവയെല്ലാം ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗമാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരങ്ങളില്ലാത്തത്? ഇവിടെ വരുന്ന ഒരു സംസ്ഥാനങ്ങൾക്കും കടൽ തീരം വരുന്നില്ല. ഇത്രയും ഭാഗത്തിന് മാത്രമാണ് കടൽ തീരം വരുന്നത് കേട്ടോ. ഇവിടെയാണ് അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഇവിടെ കാണപ്പെടുന്ന കടലുകൾ ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇത്രയും സംസ്ഥാനങ്ങൾ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടവയാണ്. എന്നാൽ സമുദ്രമില്ലാത്ത സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ സംസ്ഥാന നഗരങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത് കേട്ടോ. ഇതിനകത്തും വരുന്നുണ്ടത്. നമുക്കിനി കൂടുതലായിട്ട് പഠിക്കാം. അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം അല്ലെങ്കിൽ ബുദ്ധ കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തലസ്ഥാനം ഇറ്റാനഗറാണ്. അത് നമ്മൾ നേരത്തെ ഭൂപടം പഠിച്ചപ്പോൾ പഠിച്ചതാണല്ലേ. ഓർക്കിഡുകളുടെ പരദീസയാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും അവിടെ ഓർക്കിഡുകളാണ് കാണപ്പെടുന്നത്. മിഥുൻ അരുണാചലുകാരുടെ പ്രിയപ്പെട്ട മൃഗമാണ്. ഇവരുടെ ഭാഷയെന്ന് പറയുന്നത് വിവിധ ഭാഷകളാണ് ഇവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ജമ്മു കാശ്മീർ നോക്കാം. നമ്മുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം. മലകളുടെയും തടാകങ്ങളുടെയും നദികളുടെയും നാടാണ് ജമ്മു കാശ്മീർ. നമുക്കറിയാം അവിടെ എന്തുണ്ട്, ഹിമാലയമൊക്കെ ഉണ്ടല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചാൽ ഊളാറാണ്. ഇത് ശ്രീനഗറിലാണ്. ജമ്മു കാശ്മീരിൽ ശ്രീനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദാൽ തടാകവും അവിടുത്തെ പ്രസിദ്ധമായ ഒരു തടാകമാണ്. ഉറുദു, കാശ്മീരി എന്നീ ഭാഷകളാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ പ്രധാന നൃത്തരൂപമാണ് ഹഫിസ, ബച്ച നഗ്മ, റഫ് തുടങ്ങിയവ. ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനങ്ങളാണുള്ളത്. ശൈത്യകാലത്തെ തലസ്ഥാനമാണ് ജമ്മു, വേനൽക്കാലത്തെ തലസ്ഥാനമാണ് ശ്രീനഗർ. മനസ്സിലായോ? പകുതി കാലഘട്ടത്തിൽ എന്താണെന്നറിയാമോ, തലസ്ഥാനങ്ങൾ മാറി വരുന്ന ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ശൈത്യകാലം അതായത് തണുപ്പുള്ള കാലഘട്ടത്തിൽ തലസ്ഥാനം ജമ്മു എന്നറിയപ്പെടുന്നു. വേനൽക്കാലത്ത് അത് ശ്രീനഗർ എന്നും അറിയപ്പെടുന്നു. അടുത്ത് നോക്കൂ, നമ്മുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഇത് കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലാവും എവിടെയാണ്. അതെ, കന്യാകുമാരിയാണ് അല്ലേ. നമ്മളൊക്കെ പോയിട്ടുണ്ടല്ലേ ബോട്ട് യാത്രയിൽ. അതാ ഇവിടെയൊക്കെ വന്ന് നമ്മൾ വിവേകാനന്ദ പാറയാണ് ഇവിടെ കാണുന്നത്. പ്രധാന ഭാഷ തമിഴാണ്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. ഭരതനാട്യത്തിൻ്റെ നാടെന്നറിയപ്പെടുന്നതും തമിഴ്നാടാണ് കേട്ടോ. ചെന്നൈയാണ് തലസ്ഥാനം നമ്മൾ പഠിച്ചതാണ്. പട്ടുവസ്ത്രത്തിന് പേര് കേട്ട കാഞ്ചീപുരം തമിഴ്നാട്ടിലാണ് ഉള്ളത് കേട്ടോ. നമ്മളെപ്പോഴും പട്ട് പറയുമ്പോൾ എന്താ, കാഞ്ചീപുരം പട്ടാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. ഇത് തമിഴ്നാട്ടിലാണ് ഉള്ളത്. കൂടുതലും അവിടെ നിന്നാണ് കയറ്റുമതി നടക്കുന്നത് കേട്ടോ. അടുത്ത് നോക്കൂ, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനത്തെക്കുറിച്ചാണ് നോക്കുന്നത്. ഗുജറാത്ത്. നമ്മൾ പറഞ്ഞു ഗാന്ധി ജനിച്ച നാടാണ് ഗുജറാത്ത് എന്നല്ലേ. ഗാന്ധിജി എവിടെയാണ് ജനിച്ചത്? ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ എവിടെയാണ്? പോർബന്ദറിലാണ് ജനിച്ചത് കേട്ടോ. മഹാത്മാഗാന്ധിയുടെ ജന്മം കൊണ്ട് പ്രശസ്തമായ പോർബന്ദർ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗാർബയാണ് ഇവിടുത്തെ നൃത്തരൂപം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഗുജറാത്തിൻ്റെ തനത് കലാരൂപം ഏതെന്ന് പറഞ്ഞാൽ ഗാർബ നൃത്തമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ്. തലസ്ഥാനം ഗാന്ധിനഗറാണ്. പ്രധാന ഭാഷ എന്ന് പറയുന്നത് ഗുജറാത്തി ഭാഷയാണ്. പഠിച്ചിരിക്കുക എളുപ്പമാണ് കേട്ടോ. ഗുജറാത്തുകാരുടെ ഭാഷയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തെ 4 സംസ്ഥാനങ്ങളെക്കുറിച്ച് പരിചയപ്പെട്ടു അല്ലേ. മറ്റ് സംസ്ഥാനങ്ങളുടെ വിവരങ്ങൾ കൂട്ടുകാരൊന്ന് ശേഖരിച്ച് നോക്കിയേ. അവയുടെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നും തലസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്നും അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നും ഒക്കെ കൂട്ടുകാർ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങൾ ഉണ്ട്. ഇവ കൂടാതെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യക്കുണ്ട്. ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയും കേന്ദ്രഭരണ പ്രദേശത്തിൽ ഉൾപ്പെടുന്നവയാണ്. നമ്മുടെ ഇന്ത്യയിൽ പലതരം ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. നമ്മുടെ സ്കൂൾ അസംബ്ലിയിൽ നമ്മൾ പ്രതിജ്ഞ ചൊല്ലാറുണ്ട്. എങ്ങനെയാണ് തുടങ്ങുന്നത്? അതെ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്,
ആ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അല്ലേ? ഓരോ ഭാഷകളിലും എങ്ങനെയാണ് പ്രതിജ്ഞ തുടങ്ങുന്നതെന്ന് നോക്കാം നമുക്ക്. നോക്കിയേ, മലയാളം ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ തമിഴിലോ ഇന്ത്യ എന്നതു നാട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് കേട്ടോ. കന്നഡയിലോ ഭാരതവോ നന്ന ദേശ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. തെലുങ്കിലാണെങ്കിലോ വീണ്ടും മാറുന്നു, ഇന്ത്യന ദേശമു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഭാഷയ്ക്ക് എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഇതൊക്കെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ഭാഷകളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഭാഷകൾ ഏതൊക്കെയാണ് കൂട്ടുകാർക്കറിയാമോ? ഇവിടെ കൂട്ടുകാർക്ക് വേണ്ടി തന്നിട്ടുണ്ട് കേട്ടോ. കേരളം മലയാള ഭാഷയാണ് സംസാരിക്കുന്നത്. നമ്മളൊക്കെ മലയാളികളാണല്ലേ. നമുക്ക് മലയാളം പറഞ്ഞാലേ അറിയാവൂ. പിന്നെ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അടുത്ത് അയൽ സംസ്ഥാനം നമ്മുടെ തമിഴ്നാടായതുകൊണ്ട് കുറച്ച് തമിഴ് അറിയാം. പിന്നെ കുറച്ച് കന്നഡ, പിന്നെ ഹിന്ദി, ഇങ്ങനെയുള്ള കുറച്ച് ഭാഷകൾ മാത്രമാണ് നമുക്കറിയാമെന്നുള്ളതല്ലേ. മധ്യപ്രദേശിൽ ഹിന്ദിയാണ്. പശ്ചിമ ബംഗാളിലോ ബംഗാളിയാണ്. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ബംഗാളി ഭാഷ അറിയാമോ? കുറച്ചൊക്കെ അറിയാം അല്ലേ. നോക്കൂ, കർണാടകയിൽ കന്നഡ ഭാഷയാണ് പറയുന്നത്. ഊട്ടായിത്ത, കൂട്ടുകാർ കഴിച്ചോ? ഇങ്ങനെയൊക്കെയുള്ള ഭാഷകളാണ് കന്നഡയിൽ വരുന്നത് കേട്ടോ. അടുത്ത തമിഴ്നാട്ടിലോ തമിഴാണ്. സാപ്പിടിയാച്ചാ എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെ. അപ്പോൾ ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ കൂട്ടുകാർ 29 സംസ്ഥാനങ്ങളിലും ഏത് ഭാഷകളാണ് സംസാരിക്കുന്നതെന്ന് പട്ടികപ്പെടുത്തണം കേട്ടോ. ഭാഷാവിശേഷങ്ങൾ. ഏറ്റവും അധികം ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഭാഷ ഏതാണെന്നറിയാമോ? അതെ, ഹിന്ദിയാണ്. ഹിന്ദി നമ്മുടെ പ്രാദേശിക ഭാഷയാണ് കേട്ടോ. പ്രാദേശിക ഭാഷകളായി ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് 22 ഭാഷകളെയാണ്. 10 ലക്ഷത്തിലധികം ജനങ്ങൾ സംസാരിക്കുന്ന ഇന്ത്യൻ ഭാഷകൾ 40ഓളം ഉണ്ട്. 1700ഓളം സംസാര ഭാഷകൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇവയിൽ ചിലത് സംസാരിക്കുന്നവരുടെ എണ്ണം 1000-ൽ താഴെ വരൂ. ചില ഭാഷകളൊക്കെ നമുക്കൊട്ടും മനസ്സിലാവില്ല കേട്ടോ. അത് ഈ ആദിവാസി സ്ഥലങ്ങളിലുള്ള അവരുടെ ഭാഷകളൊന്നും നമുക്ക് തിരിച്ചറിയാൻ പോലും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. കലകൾ. വിവിധ ഭാഷകൾ നമുക്കുണ്ടല്ലോ, അതുപോലെ തന്നെ വ്യത്യസ്ത കലാരൂപങ്ങൾ നമുക്കുണ്ട്. ഇവിടെ നോക്കിയേ, കുച്ചിപ്പുടി, ഒഡിസി, കഥക്, ഭരതനാട്യം, മണിപ്പൂരി, ഇതെല്ലാം പലതരത്തിലുള്ള കലാരൂപങ്ങളാണ് അല്ലേ. നല്ല നൃത്തരൂപങ്ങളാണ്. ഒത്തിരി കൂട്ടുകാർ നൃത്തം പഠിക്കുന്നുണ്ടല്ലേ. എന്തിനു വേണ്ടിയിട്ടാ? കലാതിലകമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അത് നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ നോക്കിയേ, ഇവയിൽ കൂട്ടുകാർക്ക് പരിചയമായിട്ടുള്ള കലാരൂപം ഏതെങ്കിലും ഉണ്ടോ? അത് ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ്? നോക്കാം. തമിഴ്നാടാണ് ഭരതനാട്യം. ഒറീസയിലാണ് ഒഡിസി. അടുത്ത് നോക്കൂ, കേരളത്തിൽ കഥക്, മണിപ്പൂരിൽ മണിപ്പൂരി. ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ പ്രധാന കലാരൂപങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ കൂട്ടുകാർ ബാക്കിയുള്ളവ കണ്ടെത്തി പരിസര പഠന പുസ്തകത്തിൽ എഴുതണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യ, നമ്മൾ ആദ്യം പറഞ്ഞു, വൈവിധ്യം മാറുന്ന ഒരു രാജ്യമാണെന്നല്ലേ. വിവിധ ഭാഷകളുണ്ട്, വിവിധ വസ്ത്രങ്ങളാണ് ഓരോരുത്തരും ധരിക്കുന്നത്. പിന്നെയോ പല പല കലാരൂപങ്ങളുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇന്ത്യ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഭാരതീയരായ നമ്മെ ഒന്നിപ്പിക്കുന്ന പല സംഭവ വികാസങ്ങളുമുണ്ട്. അതേതൊക്കെയാണ്? ദേശീയ ചിഹ്നം. നമ്മളെല്ലാവരും പല ഭാഷകൾ സംസാരിക്കുന്നവരാണ്, പല വസ്ത്രങ്ങൾ ഉടുക്കുന്നവരാണ്, പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ്. എങ്കിലും നമുക്ക് ചില കാര്യങ്ങളിൽ ഒത്തൊരുമയുണ്ട്. നമ്മുടെ ദേശീയ ചിഹ്നം ഏതാണ്? നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടെ ആദരിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ദേശീയ ചിഹ്നത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അതുപോലെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് കൂട്ടുകാരെ? നമ്മുടെ ദേശീയ ഗാനം രചിക്കുന്നത് കേട്ടോ. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? തല കുമ്പിട്ട് അറ്റൻഷനായിട്ട് നിന്ന് എന്ത് ചെയ്യണം? സംസാരിക്കാതെ മൗനമായി നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ദേശീയ ഗാനം ആലപിക്കേണ്ടത്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് തന്നെ നിൽക്കണം. 52 സെക്കൻഡ് സമയത്തിനുള്ളിലാണ് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കേണ്ടത്. അതായത് നീട്ടി പറഞ്ഞുകൊണ്ട് നിൽക്കാനല്ല, 52 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ദേശീയ ഗാനം ആലപിച്ച് കഴിയും. കൂട്ടുകാർക്ക് അറിയാമല്ലോ ദേശീയ ഗാനം. നമ്മുടെ ദേശീയ ഗാനം നമുക്കൊന്ന് പാടി നോക്കിയാലോ? കൂട്ടുകാർ ഒപ്പം പാടുമോ? പാടാം. ജനഗണമന അതിനായക ജയ ഹേ
ഭാരത ഭാഗ്യ വിധാത. പഞ്ചാബ സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലചിതരംഗ. തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയ ഗാഥ. जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय 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 हे. കൂട്ടുകാർ ഒപ്പം പാടിയോ? ഇതാണ് നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത്. 52 സെക്കൻഡിനുള്ളിൽ നമ്മൾ ദേശീയ ഗാനം ആലപിക്കണം കേട്ടോ. നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ് കേട്ടോ. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പം മുതൽ തന്നെ കവിതകളൊക്കെ എഴുതി തുടങ്ങി. ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിയാണ് സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ള നോബൽ സമ്മാനം ഇദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. അദ്ദേഹം ശാന്തിനികേതനിൽ തുടക്കമിട്ട വിദ്യാലയമാണ് പിന്നീട് വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറിയതും. ഇനി നമുക്കൊരു ദേശീയ ഗീതമുണ്ട്. നമ്മുടെ ദേശീയ ഗാനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ദേശീയ ഗീതമുണ്ട്. ഏതാത്? വന്ദേ മാതരമാണ് കേട്ടോ. ഇത് എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നമ്മുടെ ദേശീയ ഗീതം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ. ഇതാണ് നമ്മുടെ ദേശീയ പതാക. നമ്മുടെ ദേശീയ പതാകയിൽ മുകൾ ഭാഗത്ത് കുങ്കുമമാണ്, മധ്യഭാഗത്ത് വെള്ളയാണ്, താഴെ പച്ചയാണ്. ഇങ്ങനെ 3 നിറങ്ങളാണ് നമ്മുടെ ദേശീയ പതാകയ്ക്കുള്ളത്. നമ്മുടെ വെള്ള നിറത്തിൻ്റെ നടുവിലായിട്ട് ഒരു അശോക ചക്രം കാണാം. ഇതിന് 24 ആരക്കാലുകളാണുള്ളത് കേട്ടോ. ഇതിൻ്റെ നിറമെന്ന് പറയുന്നത് നേവി ബ്ലൂ അഥവാ നാവിക നീലയാണ്. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കളി വെങ്കയ്യയാണ്. ആരാണ് കൂട്ടുകാരെ? പിങ്കളി വെങ്കയ്യയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ദേശീയ മുദ്ര എന്ന് പറയുന്നത്. ദേശീയ മുദ്രയുടെ തൊട്ട് താഴെയായിട്ട് എപ്പോഴും ഒരു വാചകം ഉണ്ടാകും. ഏതാണ്? സത്യമേവ ജയതേ. സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ. സാരനാഥിലെ അശോക ചക്രവർത്തി സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്നാണ് നമ്മുടെ ഈ ദേശീയ മുദ്ര സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ നോട്ടുകളിലൊക്കെ ഇപ്പം നമുക്കിത് കാണാനായിട്ട് കഴിയും കേട്ടോ. 4 ദിക്കിലേക്ക് നോക്കുന്ന 4 സിംഹങ്ങളും ചുവട്ടിൽ ധർമ്മചക്രവും അതായത് അശോക ചക്രവും ചുറ്റിലുമായി ആന, കുതിര, കാള എന്നിവ രൂപങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് അർത്ഥം? സത്യം മാത്രമേ ജയിക്കൂ. നമ്മുടെ ദേശീയ വൃക്ഷം ഏതാണ് കൂട്ടുകാരെ? അരയാലാണ്. ഇനി ദേശീയ മൃഗമോ? കടുവയാണ്. ദേശീയ പക്ഷി മയിലാണ്. ദേശീയ പുഷ്പം താമരയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ദേശീയ ഫലം എന്ന് പറയുന്നത് ചക്കയാണ് കേട്ടോ. ദേശീയ വിനോദം ഹോക്കിയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും കൂട്ടുകാർ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെയോ ഓരോ സംസ്ഥാനത്തിനും ഓരോ കലാരൂപങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ പല ഭാഷകളിൽ സംസാരിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു. വൈവിധ്യങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണെന്ന ബോധം ജനിപ്പിക്കുന്ന നിരവധി പൊതു ഘടകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയാണ് ആ പൊതു ഘടകങ്ങൾ? ദേശീയ മുദ്ര, ദേശീയ ചിഹ്നം, ദേശീയ ഗാനം, ദേശീയ ഗീതം ഇവയെല്ലാം നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകമാണ്. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ 9ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി കൂട്ടുകാരുടെ പാഠപുസ്തകത്തിൽ വിലയിരുത്താം. തുടർ പ്രവർത്തനങ്ങൾ കൂടെ നോക്കാം കേട്ടോ. നോക്കൂ, ഇവിടെ ഹരിയാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങൾ സമീപകളങ്ങളിൽ വരാത്ത വിധം കളം നിറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർ ചെയ്യുക കേട്ടോ. ഇനി തുടർ പ്രവർത്തനങ്ങൾ നോക്കിയേ. ദേശീയ പതാകയുടെ മാതൃക നിർമ്മിക്കാനാണ്. ഇത് കൂട്ടുകാർക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. സ്കെച്ച് പെന്നും ഒരു ചാർട്ട് പേപ്പറും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭൂപടം നിർമ്മിക്കുക. നമുക്ക് വളച്ചില്ല്, അതുപോലെ തന്നെ മഞ്ചാടിക്കുരു, മണൽ ഇവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയുടെ ഭൂപടം ഉണ്ടാക്കാം. ഇനി ദേശഭക്തി ഗാനങ്ങൾ ശേഖരിക്കുക, അത് ആലപിക്കുക. അടുത്ത് നോക്കൂ, ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്വിസ് മത്സരത്തിന് ആവശ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കുക. അത് നമ്മളിന്ന് പഠിച്ച പാഠത്തിനകത്ത് തന്നെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് കൂട്ടുകാർ ചോദ്യം തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 9ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു നമ്മൾ പഠിച്ചതല്ലേ. നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു.
അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക, വിലയിരുത്തൽ, ചോദ്യപ്രവർത്തനങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.